വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ഏതൊക്കെ കർമ്മങ്ങളിലൂടെയാണ് ഈ ജന്മവും നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ഏതൊക്കെ കർമ്മങ്ങളാണ് നിങ്ങളെ ഈ ജന്മം ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നിങ്ങളുടെ സൗത്ത് നോഡായിട്ട് വരും. ഈ കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യവും സൗത്ത് നോഡായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്നതും സൗത്ത് നോഡിലുള്ള കർമ്മ ക്യാരി ചെയ്തിട്ടാണ്. നോർത്ത് നോഡ് എന്ന് പറയുന്നത് സോൾ പേർപ്പസും നിങ്ങളുടെ ഈ ജന്മം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളും വരുന്നത് നോർത്ത് നോഡിലാണ്. സൗത്ത് നോഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളും. അപ്പോൾ ഈ സൗത്ത് നോഡിലെ കാര്യങ്ങളാണ് ഇന്ന് റീഡ് ചെയ്യുന്നത്. ഇത് പിക്കപ്പ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഏതാണോ ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യാൻ തോന്നുന്നത് അത് ചൂസ് ചെയ്യുക, എന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് പൈൽ വന്നിരിക്കുന്നത് റെഡ് കളർ ക്യാൻഡിലാണ്. സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ കളർ ക്യാൻഡിൽ. തേർഡ് വന്നിരിക്കുന്നത് ഗ്രീൻ കളർ ക്യാൻഡിൽ. ഇത് ജനറൽ റീഡിംഗ് ആയിരിക്കും. റീസണേറ്റ് ആവുന്നവർ എടുക്കുക. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ റീഡിങ്ങിലോട്ട് പോകാം. പൈൽ നമ്പർ 1 റെഡ് കാൻഡിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് സൺ ഗാർഡാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്കത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഈ ഒരു കാര്യം എല്ലാവരും ഒരു കാര്യത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം മേ ബി അതിന് പ്രതികൂലമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ആ കാര്യം അവിടെ ഓപ്പണായി പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു കർമ്മയാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം അവിടെ പറയാൻ പറ്റാത്തതെന്ന് പറയുന്നത് ഒരു കർമ്മയാണ്. അത് മേ ബി നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ അതല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ എപ്പോഴെങ്കിലോ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ആ ഒരു കാര്യത്ത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവാം. അതായത് മറ്റുള്ളവർ നിങ്ങളെ എന്തെങ്കിലും എല്ലാത്തിനും എതിർക്കുന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. മേ ബി ആ ഒരു കാര്യം ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇപ്പോഴും ആ ഒരു പാറ്റേൺ നിങ്ങളിൽ നടക്കുന്നത്. ആ ഒരു മെമ്മറി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം പിന്നെയും നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു മെമ്മറിയാണ് നിങ്ങൾക്ക് ആദ്യം വരുന്നത്. അത് നിങ്ങൾക്ക് ആ മെമ്മറി തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ആ മെമ്മറിയാണ് ആദ്യം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതിൽ നിന്നാണ് പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്കത് പറയാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു കാര്യമാണ്. അതൊരു കർമ്മയായിട്ടാണ് വരുന്നത്.
അങ്ങനെ ഒരു കാര്യം ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത്. നിങ്ങൾക്കത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാത്തത്. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത്. അതായത് ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകത്ത് പുറം ലോകമായിട്ട് അധികം ഇടപഴകാതെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം, അതായത് നമുക്കറിയാം മറ്റുള്ളവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളും ഓപ്പണായി കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആവുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആകാൻ പറ്റുന്നില്ല, ഫ്രീ ആവാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു മറയിട്ടിട്ടാണ് നിൽക്കുന്നത്. അത് എപ്പോഴും ഒരു ഹേർമിറ്റ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എപ്പോഴും ഒറ്റപ്പെട്ട് ഒന്ന് ഒതുങ്ങി കൂടുക, മറ്റുള്ളവരായിട്ട് അധികം ഡീൽ ചെയ്യാതിരിക്കുക, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അതൊക്കെ ഒരു നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു കർമ്മേന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസ് കാണുന്നുണ്ട്. അതും ഒരു കർമ്മയായിട്ടാണ് വരുന്നത്. അതും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കർമ്മ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമുള്ള ആ ഒരു ഇൻറ്റിമസി പിന്നീട് നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അവിടെ കട്ടാവുന്നതായിട്ടും കാണാൻ പറ്റും. ഒന്നുകിൽ ഇൻറ്റിമസി നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോഴതൊക്കെ കുറഞ്ഞു. പിന്നെ ചിലർക്ക് തോന്നുന്നുണ്ടാവാം ഇത് ബ്രേക്കപ്പ് ആയ, അങ്ങനെ ഒരു ബ്രേക്കപ്പ്, അതല്ലെങ്കിൽ പിന്നെ നോ കോണ്ടാക്ട്, പിന്നെ ഒരു കണക്ഷൻ ഇല്ലായ്മ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ ഈ ഒരു കർമ്മേന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ചിലർക്ക് കടം കൊടുക്കുന്നുണ്ടാവാം. ആ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്ത അവസ്ഥയും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. അത് ഏത് തന്നെ ആയാലും, നിങ്ങൾ സ്നേഹം കൊടുത്താലും തിരിച്ചു കിട്ടുന്നില്ല, നിങ്ങൾ കടം കൊടുത്ത പൈസ ആയാലും തിരിച്ചു കിട്ടുന്നില്ല. എല്ലാം നിങ്ങൾ കൊടുക്കുന്നതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് അതിന് പകരം കിട്ടുന്നത് അവഗണന മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾ പൈസ കടം കൊടുത്താലും സ്നേഹം കൊടുത്താലും എന്ത് കൊടുത്താലും നിങ്ങൾക്ക് കൊടുക്കുന്നത് തിരിച്ചു കിട്ടാതെ നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് അവഗണന മാത്രമാണ്. ഇതൊക്കെ ഒരു കർമ്മയായിട്ടാണ് വരുന്നത്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊക്കെ നമ്മളിൽ ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്ന കർമ്മയാണ്. ആ ഒരു കർമ്മയുടെ ഫലമാണ് നിങ്ങളിൽ ഇപ്പം അനുഭവിക്കുന്ന ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാ റിലേഷൻഷിപ്പിലും എന്ത് തന്നെ ആയാലും നിങ്ങൾ കൊടുത്തത് തിരിച്ചു കിട്ടാതെ നിൽക്കുമ്പോൾ ആർക്കായാലും അതിൽ ഒരു വിഷമം ഉണ്ടാകും. ആ ഒരു വിഷമം മേ ബി ഡിപ്രഷനോ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു ടവർ കാർഡ്, അതായത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഇങ്ങനെയുള്ള കർമ്മകളാണ്, ഇങ്ങനെ വരുന്ന പല കാര്യങ്ങളുമാണ് നമ്മളെ ലൈഫിനെ മാറ്റിമറിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ടൈം, നമ്മൾ ഇതിന് മുന്നേ ഒരു റിലേഷൻഷിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള നമ്മളായിരിക്കില്ല, പിന്നെ നമ്മളെ ആകെ മാറ്റിയിട്ടായിരിക്കും പോകുക. അതേപോലെ പല കാര്യങ്ങളും, റിലേഷൻഷിപ്പ് മാത്രമല്ല എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് അതിൽ നിന്നൊരു നെഗറ്റീവ് കാര്യമാണ് വരുന്നതെങ്കിൽ അത് നമ്മളെ പാടെ മാറ്റിയിരിക്കും. അതാണ് ഈ ഒരു ടവർ കാർഡ്, ഒരു ട്രാൻസ്ഫോർമേഷൻ കാർഡാണ്. ആ ഒരു ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതാണ് റൈറ്റ്, ഏതാണ് നിങ്ങൾക്ക് യോജിച്ചത്, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല. എല്ലാത്തിലും നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങൾക്ക് നല്ലത് ഏതാണ് അതൊന്നും ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഈ പറ്റാത്തതിനൊക്കെ കാരണം, ഒന്നിനും ക്ലാരിറ്റി ഇല്ലാത്തതും ഇതിനൊക്കെ റീസൺ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മയാണ്. ഈ ഒരു കർമ്മ അവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നത്. ഇതൊക്കെ തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എന്ത് തന്നെ ആയാലും അത് ആ ടൈം പ്രസന്റിൽ എന്താണോ നടക്കുന്നത് അത് ആ ടൈം എക്സ്പീരിയൻസ് ചെയ്ത് വിട്ടില്ലെങ്കിൽ പിന്നെ അത് ഡൈജസ്റ്റ് ആവൂല. ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്നതാണ് നമ്മുടെ ബോഡി മെമ്മറി ആയിട്ട് വരുന്നത്. ഈ ബോഡി മെമ്മറിയാണ് പിന്നെ നമ്മളെ ലൈഫിന് ഒരു പാറ്റേണായി വന്ന് അതിനെയാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. അതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിങ്ങളിൽ ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്ന പല കാര്യങ്ങളും പിന്നെ റിപ്പീറ്റായി ഒരു പാറ്റേൺ പോലെ വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഇനി ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിലോ എന്ത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും പാറ്റേൺ പോലെ വരുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു കർമ്മയാണ്. നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാതെ വിട്ട കർമ്മയാണ്. അതായത് ഡൈജസ്റ്റ് മീൻസ് എക്സ്പീരിയൻസ് ചെയ്യാതെ വിടുന്ന കർമ്മകൾ ഡൈജസ്റ്റ് ആവാതെ നിൽക്കും. കർമ്മങ്ങളല്ല, എക്സ്പീരിയൻസ് ചെയ്യാതെ വിടുന്ന കാര്യങ്ങൾ അതൊരു ഡൈജസ്റ്റ് ആവാതെ നിന്ന് അതൊരു കർമ്മയായിട്ട് മാറും. അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. പിന്നെ
അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേൺ, ഏതെങ്കിലും ഒരു പാറ്റേൺ റിപ്പീറ്റ് ലൂപ്പ് പോലെ വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ വിട്ട കർമ്മയാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇനി അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്, അതെന്ത് തന്നെ ആയാലും അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അത് അങ്ങ് വിട്ട് കളയുക, എന്നിട്ട് പ്രസന്റിൽ ജീവിക്കുക. അപ്പം തന്നെ ആ ഒരു കാര്യം അവിടുന്ന് ഡൈജസ്റ്റായി, അവിടുന്ന് ആ ഒരു കർമ്മ ക്ലെൻസിങ് അവിടെ നടന്നു കഴിഞ്ഞു. അല്ലാതെ പ്രത്യേകിച്ച് കർമ്മ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നാലെയൊന്നും പോവരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും നമ്മൾ ആ ഒരു കർമ്മയിൽ തന്നെയാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത്. അപ്പം നമ്മൾ പിന്നെയും ആ ഒരു കർമ്മ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഡൈജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്നും റിജക്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അതിനൊരു റിജക്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു കർമ്മ അവിടെ ക്ലിയർ ആവാതെ ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു കർമ്മ ക്രിയേറ്റ് ആവുന്നത്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കുക. അതിനെ ഡീൽ ചെയ്യുന്നതിനെയാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു കർമ്മ ക്ലെൻസിങ് അവിടെ ഓട്ടോമാറ്റിക്കലി നടന്നോളും. നിങ്ങൾ പ്രത്യേകിച്ച് ഹീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസന്റിൽ ജീവിച്ചാൽ മാത്രം മതി. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫെമിനൈൻ എനർജിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മസ്കുലൈൻ എനർജീൻ്റെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് നടപ്പിലാക്കാൻ വേണ്ട ആക്ഷൻസോ ഇഫേർട്ടോ ഒന്നും നിങ്ങൾ എടുക്കുന്നില്ല. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരോ എന്നെ രക്ഷിക്കാൻ വരുന്നുള്ളൊരു ചിന്തയാണ്, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നൊക്കെയുള്ള ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു മസ്കുലൈൻ എനർജീൻ്റെ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നത്. അതായത് എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കും, അതായത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൊക്കെ എനിക്ക് ദൈവം വന്ന് രക്ഷിക്കും, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് രക്ഷിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ ഒരു ആക്ഷനോ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക്, നിങ്ങളെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല, ഇഫേർട്ട് എടുക്കുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ കർമ്മയായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ, നിങ്ങൾ ക്യൂൻ ഓഫ് വോൺസിന്റെ എനർജിയിൽ നിൽക്കേണ്ട ആളാണ്, പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സാഡായിട്ടാണ് കാണുന്നത്. ആ ഒരു ക്യൂൻ ഓഫ് വോൺസിന്റെ എനർജിയിൽ അത്രയും പക്വതയിലും അത്രയും കോൺഫിഡൻസിലും നിൽക്കുക. ഈ ക്യൂൻ ഓഫ് വോൺസിന്റെ എനർജി എന്ന് പറയുന്നത് എല്ലാ കാര്യവും ഭയങ്കര മെച്യൂരിറ്റിയിൽ ചെയ്യുന്ന ഒരു ലേഡിയാണ്, ഒരു ക്യൂനാണത്. അതായത് മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യുന്ന, എല്ലാ കാര്യവും ഒരുമിച്ച്, വീട്ടുകാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും, എന്ത് കാര്യം, പ്രൊഫഷൻ ആണെങ്കിലും ഏത് കാര്യവും ഒരുമിച്ച് ചെയ്യുന്ന, അതും അതിൻ്റെതായ പെർഫെക്ഷനിൽ ചെയ്യുന്ന ഒരു ക്യൂനാണിത്. അത്രയും കോൺഫിഡൻസും ഒക്കെ ഒരു ബിസിനസ് ലേഡിയാണ്. അത്രയും കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു ക്യൂൻ ഓഫ് വോൺസിന്റെ എനർജിയിലാണ് നിങ്ങൾ എത്തേണ്ടത്. പക്ഷെ നിങ്ങൾ ഇപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അത് നിങ്ങളുടെ കർമ്മ കാരണമാണ്. ആ ഒരു കർമ്മ അവിടുന്ന് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്യൂൻ ഓഫ് വോൺസിന്റെ എനർജിയിലെത്തും. നിങ്ങളുടെ ഈ കർമ്മ എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജീന്റെ ഇംബാലൻസ് ആണ്. ആ ഒരു ബാലൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്യൂൻ ഓഫ് വോൺസിന്റെ എനർജിയിലെത്തും. ഇതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പൈൽ നമ്പർ 2 ബ്ലൂ കാൻഡിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രനർ ആവേണ്ട ആളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ മേൽനോട്ടം വഹിക്കുക, സ്വന്തമായിട്ടൊരു ബിസിനസ് വളർത്തിക്കൊണ്ട് വന്ന് അത് ഭയങ്കര ഒരു വലിയൊരു പൊസിഷനിൽ എത്തിക്കുക, അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഉടമയാവുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ എന്തോ ഒരു കർമ്മ കാരണം നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഐഡിയ ഒക്കെ ഉണ്ടാകാം, പക്ഷെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കർമ്മയാണ്. മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ ആരും ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് നടത്തുകയോ അതൊരു വലിയ പൊസിഷനിൽ എത്തിക്കുകയോ അങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ആരും ഇന്നേ വരെ ചെയ്യാത്ത കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളത് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും പുറത്ത് വന്ന് നിങ്ങളാണ് ഇങ്ങനെയൊരു കാര്യത്തിന് തുടക്കം കുറിക്കേണ്ടത്. പക്ഷെ ഇന്ന് വരെ അതാരും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള മനക്കരുത്തില്ല. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ, ഇവിടെ എംപ്രസ് എനർജിയാണ് വന്നിട്ടുള്ളത്, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഒരു കുടുംബം നോക്കി, അതായത് മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് ആ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ കുടുംബമാണ് വലുത്, അതാണ് ഒരു ഭാര്യയുടെ കടമ, ആ ഭാര്യയുടെ കടമയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില സ്ത്രീകളെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരു സ്ട്രെങ്ത്തിലേക്ക്, അതായത് അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോകാനുള്ള മനക്കരുത്ത് കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മുന്നേ ഫാമിലിയിൽ ആരും ഇന്നേ വരെ ചെയ്യാത്തതായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. നിങ്ങളാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകും, ഈ ഒരു ഐഡിയ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സക്സസ് ആകുമോ, അതല്ലെങ്കിൽ ഫ്ലോപ്പായി പോകുമോ. അതായത് നിങ്ങളുടെ കൺമുന്നിൽ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല, നിങ്ങളുടെ ഫാമിലിയിൽ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾ മാത്രമായിരിക്കാം ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതിൽ സക്സസ് ആകുമോ എന്നുള്ള നിങ്ങളുടെ ഒരു ഫിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് വന്നിനില്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വന്നിനില്ല. അത് വരാത്തതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കർമ്മ ഇവിടെയുണ്ട്. ആ ഒരു കർമ്മയാണ് അത് വരാത്തതിനുള്ള കാരണം. ആ ഒരു കർമ്മ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിൽ ആ സ്ട്രെങ്ത് വരുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നത് തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു ഡബിൾ എനർജി, ആ ഒരു കർമ്മ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പക്ഷെ അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതങ്ങനെ ഒരു കാര്യം വേണമെന്നുള്ളതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിന് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഒരു ഗുരുതുല്യനായി ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് കിട്ടുന്നില്ല. ജസ്റ്റിസ് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് വരാത്തതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കർമ്മ ഉള്ളത് കൊണ്ടാണ്. ആ കർമ്മ അവിടുന്ന് നീങ്ങിപ്പോയാലാണ് ഈ ഒരു കാര്യം ഇവിടെ മാനിഫെസ്റ്റ് ആവുന്നത്. ആ ഒരു കർമ്മ നീങ്ങിപ്പോകണമെങ്കിൽ നിങ്ങളിൽ ആ സ്ട്രെങ്ത് വരണം. ആ സ്ട്രെങ്ത് നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവരേണ്ട കാര്യമാണ്. അവിടെ കർമ്മയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ കർമ്മ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നീങ്ങിപ്പോകുന്ന ഒന്നാണ്. ആ കർമ്മ നീങ്ങിപ്പോകണമെങ്കിൽ നിങ്ങളുടെ ആ സ്ട്രെങ്ത് ആണ് അവിടെ ഒരു കർമ്മയായിട്ട് വരുന്നത്. നിങ്ങൾ ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളിൽ വന്നാൽ മാത്രമാണ് ആ ഒരു കർമ്മ അവിടെ തീരും. ആ കർമ്മ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓൺട്രപ്രനർ ആവേണ്ട ആളാണ്. ആ ഒരു ഇതിലേക്ക് നിങ്ങൾ വരും. നിങ്ങളൊരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉണ്ടാവേണ്ട ആൾക്കാരാണ്. ആ ഒരു നിങ്ങളുടെ ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടാവേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടേണ്ട ആൾക്കാരല്ല. ഒരു ഭാര്യ മാത്രമായോ അതല്ലെങ്കിൽ വീട് നോക്കുന്ന ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു മകനോ ആയി മാത്രമോ ചുരുങ്ങേണ്ട ആൾക്കാരല്ല. ഒരു ബ്രാൻഡിൻ്റെ തന്നെ, ഒരു ഫേമസ് ആയ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഉടമയാകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ആ ഒരു ക്രിയേറ്റീവ് എനർജിയും ആ ഫെമിനൈൻ എനർജിയും ഒക്കെ നിങ്ങൾക്ക് ഹൈ ആയിട്ടുണ്ട്. ആ ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര യങ് ആയിട്ടുള്ള എനർജിയിലുള്ള ആൾക്കാരെയാണ് കാണുന്നത്. ഏജ് വൈസ് യങ് എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ എനർജി നല്ല യങ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പവർ ഉണ്ട്, പക്ഷെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നില്ല. അതാണ് ഇവിടെ നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു കർമ്മയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്.
ആ കർമ്മ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ, നിങ്ങളിൽ ആ മെൻ്റൽ സ്ട്രെങ്ത് എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ആ കർമ്മ അവിടെ നീങ്ങിപ്പോകുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും വരും എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഹൈറോഫൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഗുരുതുല്യനായി എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതിന് ശേഷം വന്നിരിക്കുന്ന ഈ ഹൈറോഫൻറ്റിന് ശേഷം വന്നിരിക്കുന്നത് ജസ്റ്റിസ് റിവേഴ്സ് ആയിട്ടാണ്. കാരണം അങ്ങനെ ആരും വരാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ആരെയും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമാണിത്. എന്നാൽ മാത്രമാണ് ഒരു ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത്രയും കോൺഫിഡൻറ്റ് വേണം. ആ ഒരു കോൺഫിഡൻറ്റ് മറ്റൊരാൾ വരുന്നത് കാത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻ്റ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്രിയേറ്റീവ് എനർജി, യങ് എനർജി, അതൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരാളുടെ ഡ്രസ്സിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ ആളുടെ ഒരു സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ആളുടെ ഡ്രസ്സിലുള്ളത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള എല്ലാ സമൃദ്ധിയുള്ള ഒരു ലേഡിയാണ്. അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ലേഡിയും കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തേണ്ട ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളിപ്പോൾ അങ്ങനെ ഒന്നിൽ എത്തിയില്ലെങ്കിൽ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കുടുംബം, കുട്ടികളിൽ നിന്ന് മാത്രം ഒതുങ്ങിപ്പോകുന്നു. ആ ഒരു ബൗണ്ടറി, അങ്ങനെ ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ അകത്ത് പുറത്ത് കടന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു കർമ്മ അവിടെ എൻഡ് ആവുന്നത്. ഇതാണ് ഇപ്പം ഈ ജന്മം നിങ്ങൾ കടന്നു പോകുന്ന കർമ്മയാണ് ഈ ഒരു കാര്യം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ തടസ്സമായി നിൽക്കുന്നതാണ് ഈ ഒരു കർമ്മ എന്ന് പറയുന്നത്. അപ്പം അവിടെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് ഈ ഒരു കർമ്മ അവിടെ എൻഡ് ആവുള്ളൂ. അത് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അവിടെ സ്ട്രെങ്ത് വരണം. ആ ഒരു സ്ട്രെങ്ത് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഈ കർമ്മയും എൻഡ് ആവും. ഇതൊക്കെയാണ് ഫയൽ നമ്പർ 2ൻ്റെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 3 ഗ്രീൻ കളർ കാൻഡിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഇമ്മച്വർ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾക്ക് കുട്ടികളുടെ എല്ലാം ഒരു ക്യാരക്ടറാണ്. അതായത് ഭയങ്കര ചൈൽഡിഷാണ് നിങ്ങൾ. എല്ലാ കാര്യത്തിനും ഫാമിലി, അതായത് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക. അവരുടെ സമ്മതം, എന്ത് കാര്യം ചെയ്യണമെങ്കിലും മറ്റുള്ളവരുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ഭയങ്കര ഇമ്മച്വർ ആയിട്ടുള്ള എനർജിയാണ്. എത്ര തന്നെ ഏജ് ആയാലും മറ്റുള്ളവരുടെ അനുവാദം, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് എന്നിട്ട് അവർക്കത് ഓക്കെ അല്ലെങ്കിൽ അത് അപ്പം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ മദർ വൂൺസ് ഉണ്ട്. ആ ഒരു മദർ വൂൺസിൻ്റെ ഇതിലാണ് നിങ്ങൾക്ക് എല്ലാത്തിനെയും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരുന്നത്. അതായത് എല്ലാത്തിനും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. ആ ഒരു കോ ഡിപ്പെൻഡൻസിയാണ് ഇവിടെ ഒരു കർമ്മയായിട്ട് വരുന്നത്. ഈ ഒരു കർമ്മ മേ ബി പാസ്റ്റ് ലൈഫിൽ വന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഈ ജന്മം തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ, അതായത് വീട്ടിൽ നിന്ന് തന്നെ, അതായത് ഒരു
ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പ്, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊന്നും പോകാതെ ചെറുപ്പം മുതലേ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെ വന്ന ഒരു കർമ്മയാണ്. അതായത് എല്ലാത്തിനും ഒരു കോഡിപ്പെൻഡൻസി. അതായത് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. ആരുടെയോ അനുവാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. മറ്റുള്ളവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കും ഓക്കെ, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവിടെ ഒരു മെച്യൂരിറ്റി ഇല്ല. ഇവിടെ ഫുൾ എനർജിയും വന്നിട്ടുണ്ട്. ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നത് വിധി ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയാണ്. ഒന്നിനും ഇഫേർട്ട് എടുക്കുന്നില്ല. പിന്നെ ഈ ഒരു കാര്യം, അതായത് ഒരു കർമ്മയായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവർ ആ കാര്യത്തിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അതപ്പം തന്നെ ഉപേക്ഷിക്കും, നിങ്ങൾക്കും അത് വേണ്ട എന്നുള്ള രീതിയാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയും തെറ്റും മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യം ശരി തന്നെയാണെങ്കിലും അത് വേറെ ആരെങ്കിലും അത് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് ഉപേക്ഷിക്കും. പിന്നെ നിങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയനോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റുള്ളവരുടെ ഒരു ഇതിൽ ഹാങ് ആയിട്ടുള്ളത്, അതായത് ആ ഒരു കോഡിപ്പെൻഡൻസി, ആ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഇതിൽ നിങ്ങൾ ഹാങ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഫ്രീഡം കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കോഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നത്. പിന്നെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് മാത്രമാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന കർമ്മ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ രണ്ട് കർമ്മ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും കുറേ കർമ്മകൾ ഉണ്ടാകും, പക്ഷെ മെയിൻ വന്നിരിക്കുന്ന കർമ്മകളാണ് ഞാൻ പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും വിധി ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി ആ വിധിച്ചതാണെങ്കിൽ അതെനിക്ക് കിട്ടുന്നുള്ള രീതിയിൽ ഒന്നിനും ഒരു ഇഫേർട്ടും എടുക്കാതെ ഒരു ആക്ഷനും എടുക്കാതെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. അതായത് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. നിങ്ങൾക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുന്നില്ല. എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. വിധി ഉണ്ടെങ്കിൽ നടക്കട്ടെ, താൻ ബാധി ദൈവം ബാധി, അങ്ങനെ ഒരു ഇതിലാണ് നിങ്ങൾ പോകുന്നത്. താൻ ബാധി ദൈവം ബാധി തന്നെയാണ്, പക്ഷെ താൻ ചെയ്യേണ്ട ആ പാതി താൻ ചെയ്യണ്ടേ. എല്ലാം ദൈവം ബാധി, ഇവിടെ ഫുൾ ദൈവം ബാധി എന്നുള്ള രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഒരു ഇഫേർട്ടും ഒന്നിനും എടുക്കുന്നില്ല. ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പം തന്നെ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ മാറ്റിവെക്കും. ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫാമിലി എന്താണോ പറയുന്നത് അത് അതുപോലെ കേൾക്കുന്നുള്ള രീതിയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം അഭിപ്രായം ഒന്നും തന്നെ ഇല്ല. അവർക്ക് നോ ആണെങ്കിൽ അത് അപ്പം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് കാണാൻ പറ്റുന്നത്. അതായത് ആ ഒരു മെച്യൂരിറ്റി ഇല്ല. ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള എനർജിയിലാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് മറ്റുള്ളവരെ അറിയിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു കാര്യം അവർക്ക് തോന്നുന്നൊരു ടൈം ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി തരുന്നത്. പക്ഷെ അവർക്ക് തോന്നുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് അവിടെ ഹാങ് ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്രയും സമയവും നിങ്ങൾക്ക് പോകുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അവരെയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും കോഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു ഇതിലാണ് ഉള്ളത്. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. ഇതിന് കാരണം തന്നെ വന്നിരിക്കുന്നത് മദർ വൂൺസ് ആണ്. ഒരു ഉൾഭയം നിങ്ങൾക്കുണ്ട്. ആ ഒരു ഉൾഭയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകുമോ എന്നുള്ള ചിന്ത വരുന്നത്. പിന്നെ ഞാൻ എടുത്ത ഈ തീരുമാനം തെറ്റായി പോയെങ്കിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നിങ്ങൾക്ക്. അതൊരു ഇമ്മച്യൂരിറ്റീൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു ഇമ്മച്യൂറായ എനർജീൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യാം, ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായം എടുക്കാം. പക്ഷെ അവർ പറയുന്നത് മാത്രമാണ് ശരി. നിങ്ങളുടെ തീരുമാനത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നും കൂടി ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ തീരുമാനം ശരിയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനമായി മുന്നോട്ട് പോകണം. പിന്നെ ഈ താൻ ബാധി ദൈവം ബാധി എന്നുള്ള പോലെ അത് താൻ ചെയ്യേണ്ട പാതി താൻ തന്നെ ചെയ്യണം. അത് ഫുൾ ദൈവത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങൾ ഇഫേർട്ട് ഇടേണ്ടെടുക്കുക, നിങ്ങൾ ഇഫേർട്ട് ഇടുക തന്നെ വേണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സക്സസ് ഉള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യത്തിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ കർമ്മ അവിടെ എൻഡ് ആവും. നിങ്ങൾക്ക് നല്ലൊരു ലൈഫും ഉണ്ടാവും. ആ ഒരു കർമ്മയാണ് നിങ്ങൾക്കിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു നോക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.